ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ എനിക്ക് വരാനായിട്ടൊരു അസൗകര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എങ്കിലും ഞാൻ സ്വാമിയോട് പറഞ്ഞായിരുന്നു, സ്വാമിയുടെ മനസ്സുകൊണ്ട് ക്ഷമ ചോദിച്ചു. പക്ഷേ ഒരു സപ്താഹവുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടത് കൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. നിങ്ങളൊക്കെ ഒത്തിരി നല്ല ജിജ്ഞാസുക്കളായിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇവിടെ ക്ലാസ് മിസ് ചെയ്യുന്ന ഭയങ്കര വിഷമമാണ്. ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇപ്പം നല്ലൊരു ക്ലാസ് സ്വാമിയുടെ ഒരു സത്സംഗം കഴിഞ്ഞു. ആ സ്വാമിയുടെ സത്സംഗത്തിന് ശേഷം അതിനോട് ബന്ധപ്പെട്ട നിങ്ങൾ ചിലർക്കൊക്കെ ഓർമ്മ കാണും. നമ്മുടെയൊക്കെ ആ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് ചിലരൊക്കെ മറന്നു പോകാമായിരിക്കുമെങ്കിലും വിശ്വനാഥ് സാറിൻ്റെ ആ ഒരു നാമബീജം മുതൽ ഞാൻ പങ്കെടുത്ത ക്ലാസ് മുതൽ തുടങ്ങി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഈ മുമ്പേ പറഞ്ഞ പോലെ അന്നഗത പ്രാണന്മാരാണ്. കുറച്ച് കഴിയുമ്പോൾ ആഹാരത്തിന് കഴിയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് മറന്നു പോകും. ഈ പശുക്കളുടെ അല്ലെ ജന്തുക്കളുടെ ചെവി വെള്ളം ഒഴിക്കുന്ന പോലെ നമ്മളൊക്കെ ഇങ്ങനെ തലയാട്ടും. ഇതിലേ കൂടി കേട്ട് ഇതിലേ കൂടി വിടരുത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്കതിനകത്ത് ഈ മുമ്പിലിരിക്കുന്ന കുഞ്ഞിൻ്റെയും ഈ പ്രായമായിരിക്കുന്ന നിങ്ങളുടെയും ആ മനസ്സിൻ്റെ ആ വേഗം ഒരുപോലെയായിരിക്കും. കാരണം നിങ്ങൾക്ക് എത്രത്തോളമാണ് ഭഗവാന്റെ കഥകളിൽ രതി വരുന്നത്, അത്രത്തോളം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതായി തീരുമെന്ന് ഭഗവാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മുടെ ചിന്തകൾ എന്താണ്? അപ്പോൾ ഈ കുഞ്ഞിരിക്കുന്ന അതേ ഒരു ശ്രദ്ധയോടുകൂടി അലേർട്ടായിട്ട് ആരിയ്ക്കുന്നു? നിങ്ങളുടെ ആ പ്രായത്തിൻ്റെ പോരായ്മകളൊക്കെ മറികടന്ന് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മുൻ ജന്മത്തിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ സുകൃതം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ കുറച്ച് നേരമെങ്കിലും ഈ സത്സംഗത്തിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നത്, അല്ലേ? ഈ ഭക്തിയെക്കുറിച്ച് പലതരം ഭക്തികളെക്കുറിച്ച് പറയുന്നതിനകത്ത് പ്രാകൃത ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, സദ്ഭക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്, ഏകാന്ത ഭക്തി. അതൊക്കെ നമ്മളിപ്പോൾ ഹരിനാമ കീർത്തനം ചൊല്ലുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. അപ്പം നമ്മൾ എന്താണ് ഈ സംസദ് ഭക്തി എന്ന് പറയുന്നത് രണ്ടാമത്തെ നിലയിലുള്ളത്. അപ്പം പ്രാകൃത ഭക്തിയിൽ നിന്നും ഇച്ചിരൂടെ മുന്നോട്ട് ഉണർന്ന് അല്ലെ മുന്നോട്ട് പോയി ആ സംസദ് ഭക്തിയിലോട്ടെത്തി അവിടുന്ന് വേണം നമ്മൾ ഏകാന്ത ഭക്തിയിലോട്ട് പോകാൻ. നമ്മൾ എന്താ ഈ പ്രാകൃത ഭക്തി എന്ന് ആദ്യം ഇപ്പം നമ്മൾ ഈ ശബരിമലയിലെ പ്രശ്നവുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ട് തുടങ്ങാം. അതല്ലേ നല്ലത്. അപ്പം നിങ്ങളുടെ മനസ്സിപ്പം ആ വ്യവഹാരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ശബരിമലയിലെ ഭഗവാന്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി സ്വാമി ആ കഥ പറഞ്ഞു. അപ്പം ഇതിനകത്തൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് ശ്രീരാമകൃഷ്ണൻ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ കാളിയെ നല്ലപോലെ നോക്കിക്കോളാം, പക്ഷേ ഈ അമ്മയുടെ ഈ ആഭരണങ്ങളൊന്നും ആരാന്ന് വെച്ചാൽ നോക്കിക്കോളാം. എനിക്കിതിനകത്തൊന്നും കാമിനി കാഞ്ചനങ്ങൾ എപ്പോഴും പറയുന്നത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനാണ്. നമുക്കേ ഉള്ളൂ ഇതൊക്കെ സ്വർണ്ണമാണെന്ന് തോന്നുന്നത്, അല്ലേ? ഭഗവാനെ സംബന്ധിച്ച് ഇതൊക്കെ ഈ മൺകട്ടയ്ക്ക് സമാനമാണ്. പക്ഷേ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്താണ്? പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്രിയ പ്രയച്ഛതി. ഏതൊരുവനോ ഒരുവളോ ആണോ വളരെ റെസ്പെക്റ്റോടുകൂടി അലേർട്ടായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഒരു പത്രം, ഒരു ഇല, അല്ലെങ്കിൽ ഒരു പുഷ്പം, അല്ലെ ഇച്ചിരി വെള്ളം, ഇത് അല്ലെ ഒരു പഴവർഗ്ഗം ഇത് തരുന്നത്, അത് വളരെ പ്രീതിയോട് ഞാൻ അനുഭവിക്കുന്നു എന്നേ ഭഗവത്ഗീതയിലും ഈ മൂലത്തിലുമൊക്കെ പറഞ്ഞു. അല്ലാതെ ഭഗവാൻ കൊണ്ടുതരുന്ന വിലപിടിപ്പുള്ള ഈ സ്വർണ്ണവാതിലോ ഇതൊന്നും ഞാൻ അനുഭവിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്? ഞങ്ങളെ വേദാന്തം പഠിപ്പിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞൊരു കഥ ഇന്നാളിൽ ഞാൻ സൂചിപ്പിച്ച, എന്നാലും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മനസ്സിനെ ഇത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പറയുന്നത് ഇതൊരു കഥയാണ്. ആ കഥ അതിൻ്റെ തത്വം ഉൾക്കൊള്ളാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പം ഗുരുവായൂർ നമുക്കെല്ലാവർക്കും അറിയാം, എപ്പോഴും അത്ഭുതങ്ങൾ നടക്കുന്ന ഗുരുവായൂർ മഹാക്ഷേത്രത്തിൽ എല്ലാ ദേവതകളും എന്തായിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ, പ്രായമുള്ളവർക്കൊക്കെ അറിയാം. എല്ലാ ദേവതകളും സുപ്രീം കോടതിയുടെ ഇപ്പം ഓർഡറും ഉണ്ട്. ഇവരെല്ലാം മൈനറാണ്. മലയാലപ്പുഴ ഉഗ്രരൂപിണിയായിട്ടുള്ള അമ്മയായിക്കോട്ടെ, കൊടുങ്ങല്ലൂർ അമ്മയായിക്കോട്ടെ,
കൃഷ്ണനായിക്കോട്ടെ, ഏത് ദേവനായിക്കോട്ടെ, ഉഗ്രമൂർത്തിയായിട്ടുള്ള നമ്മുടെ ഏറ്റുമാനൂരപ്പനായിക്കോട്ടെ, ഇവരെല്ലാം എന്താണ്? ആ ദേവതയുടെ സ്വഭാവം വെച്ച് മൈനറാണ്. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കാനാണ് ഈ നമ്മൾ ഭാരവാഹികൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ ഭാരവാഹികളെ നിയമിക്കുന്നത്. അപ്പം ഇവരുടെ ധർമ്മം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിനെ വേണ്ട പോലെ വേണ്ട കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതിന് ചൈതന്യം വർദ്ധിക്കുന്നത്. എല്ലായിടവും ഉണ്ട് ഈശ്വര സർവഭൂതാനം, എല്ലായിടും. നമ്മുടെയൊക്കെ ഹൃദയാന്തരത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്, എല്ലായിടവും ഉണ്ട്. ഈശാവാസമിതം സർവം. എങ്കിലും എല്ലായിടവുമുള്ള കാറ്റ് പോലാണോ നമ്മളിപ്പോൾ ആ വെയിലത്ത് നിൽക്കുന്ന കാറ്റ് പോലാണോ നമ്മളിപ്പോൾ ഇവിടെ വരുമ്പം അതേ കാറ്റടിക്കുമ്പം ഇതിനൊരു കുളിർമ വരും ഇല്ലേ? ഒരു മരത്തണലിൽ ഇച്ചിരൂടെ കുളിർമ വരും. ഇതാണ് ഗുരുസന്നിധികളും ക്ഷേത്രങ്ങളിലൂടെ ഒക്കെ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ ഗുരുവായൂരിരിക്കുന്ന ആ പരബ്രഹ്മത്തെ കാണാൻ ഈ നിങ്ങളെപ്പോലെ കുറച്ച് ഈശ്വരനെ അറിഞ്ഞ ആൾക്കാർ എവിടെ പോയി? ഗുരുവായൂരമ്പലത്തിൽ തൊഴാൻ പോയി. ആരാണ്? ഈ സത്യം പരം ധീമഹി എന്ന ശ്രീമദ് ഭാഗവതം തുടക്കത്തിലും അവസാനത്തിലും അവസാനിക്കുന്നൊരു പ്രകരണമാണ് ശ്രീമദ് ഭാഗവതം. സത്യമാണ് ഇതിനകത്തെ വിഷയം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ സത്യത്തെ കാണാൻ ആര് പോയി? സത്യത്തെ അറിയാവുന്ന നിങ്ങളിലെ കുറച്ച് പേര് സത്യത്തെ കാണാൻ അവിടെ ചെന്നപ്പോൾ ഈ സത്യം എവിടെ ഇരിക്കുക? ശ്രീരകത്തല്ല ഇരുന്നത്. ഇദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞായിട്ട് ആ ബാല്യഭാവത്തിൽ എവിടെ ഇരുന്ന് ആ വെളിയിലിരുന്ന കാലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം നിങ്ങൾ ചെന്നവർ ഈ ഭഗവാനോട് എന്ത് ചോദിച്ചു? അയ്യോ അങ്ങോന്ന് എന്താ ഇവിടെ ഇരിക്കുന്നത്? ഓ അകത്തെല്ലാം കള്ളന്മാർ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെന്നവർ പറഞ്ഞു, അയ്യോ അങ്ങൊന്നിൻ്റെ വിലപിടിപ്പുള്ള സാധനങ്ങളല്ലേ ഓരോരുത്തർ കട്ടുകൊണ്ട് പോകുന്നത്, അങ്ങെന്താ ഒരു ആക്ഷൻ എടുക്കാത്തത്? അപ്പം ഈ പരബ്രഹ്മം, അതായത് ഈ ഈശ്വരൻ അല്ലെ ഗുരുവായിരിക്കുന്ന കൃഷ്ണശില അല്ലെ പാതാളശില, അഞ്ജനശില, ശബരിമലയിലെ കല്ല്, എന്തു വേണേലും നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം. ഈ തത്വം പറയുകയാണ്. അതിപ്പം ഞാൻ എന്തോ ചെയ്യാനാ? നിങ്ങൾ പ്രത്യേകം ചിന്തിക്കണം. ഇതൊരു തത്വമാണ്. ഈ ഭഗവാനാകുന്ന ആ ചൈതന്യം ഈ ഭഗവാനെ കണ്ട നിങ്ങളോട് പറയുക, കുറേ കള്ളന്മാർ കുറേ സ്വർണം അല്ലെ കുറേ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരും. ആരാ കൊണ്ടുവരുന്നത്? കുറേ കള്ളന്മാർ കുറേ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരും. വേറെ കുറേ കള്ളന്മാർ അതെടുത്തുകൊണ്ട് പോകും. അപ്പം കൊണ്ടുവരുന്നവനാരാ? കള്ളനാ. കൊണ്ടുവരുന്നവനും കള്ളനാ, ഈ കൊണ്ടുപോകുന്നവനും കള്ളനാ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് യാതൊരു പക്ഷാഭേദവുമില്ല. രണ്ടുപേരും നോട്ടത്തിലാരാ? ഒരാൾ തന്നെ. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കണം, എന്താണ് നമ്മൾ ഈശ്വരന് കൊടുക്കുന്ന എന്ത് കാര്യങ്ങളും സ്നിഗ്ധവും നമ്മുടെ സമർപ്പണവുമായിരിക്കണം. ഞാൻ കൊടുത്തു എന്നുള്ള ഭാവം ആകരുത്. ഭഗവാൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ ഒന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല. ഭഗവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഭക്തിക്കാണ് പ്രാധാന്യം. പക്ഷേ അത് നമ്മളിപ്പോൾ ഒരു കഥയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെങ്കിൽ ദേവസത്തിൽ നിന്ന് ആര് കൊണ്ടുപോയാലും ഇതിനൊക്കെ നിയമപരമായിട്ടുള്ള വ്യവസ്ഥകൾ വേണം. ഇതൊന്നും നമ്മുടെ ഹിന്ദു സമുദായം നമ്മൾ ചിന്തിക്കാറില്ല. മുമ്പേ സ്വാമി പറഞ്ഞു കേട്ടില്ലേ, ഈ വലിയ വലിയ ഋഷീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് ഒരു വർഷത്തിൽ ആദ്യമായിട്ട് സംഭവിച്ച ഒരു സംഭവത്തിന് ഒരാചാര്യൻ വന്ന ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ എല്ലാവരും ഒറ്റയടിക്ക് പോയി. എന്തൊരു ഗുരുനിന്ദയാണ്. ഞാൻ ഈ ക്ലാസ് വരുന്ന സമയം മുതലേ പറയുന്നുണ്ട്, ഭഗവാൻ പൂർണ്ണ അവതാരമായിട്ട് കൂടി ഭഗവാൻ പറയുന്നുണ്ട്, ഗുരുരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയിൽ. ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഒരാൾ പൂർണ്ണനാകത്തുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സത്സംഗങ്ങളിലും എന്താര് പറഞ്ഞാലും അത് കൂടുതൽ കേൾക്കുമ്പോഴാണ്, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാകുന്ന അദ്ദേഹത്തെ പോലെ അല്ലെ സ്വാമി പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മളെക്കാട്ടിലും അറിവ് നമ്മൾ സ്വാംശീകരിക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ പള്ളിക്കാവ് ചെല്ലുമ്പോൾ അമ്മ എപ്പോഴും പറയും, സീറോ ആയാൽ ഹീറോ ആകാം. എനിക്കൊന്നും അറിയത്തില്ല. ഉറക്കം നടിക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് ഒരിക്കലും ഉണർത്താൻ പറ്റത്തില്ല. നേരെ മറിച്ച് എന്നെ കണ്ടുകൊണ്ട് ഈ കുഞ്ഞ് ഉറങ്ങുവാണ്, നിങ്ങൾ എത്ര വിളിച്ചാൽ ഈ കുഞ്ഞ് ഉണരത്തില്ല. എന്നെ കണ്ടുകൊണ്ടാണ് ഉറക്കം നടിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു അവസ്ഥയെല്ലാം എന്താ? ഇപ്പോഴത്തെ നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു അവസ്ഥ, നമ്മളെല്ലാവരും ഉറക്കം നടിക്കുന്നവരാണ്. അങ്ങനെ ആകരുത്. നമ്മൾ ഈ തത്വങ്ങൾ മനസ്സിലാക്കുക. ഒരു ദിവസം 24 മണിക്കൂറുള്ളതിനകത്ത് ഒരു 10 മിനിറ്റെങ്കിലും തിരുനാമം ജപിക്കാനായിട്ട് നമ്മൾ
നമ്മൾ കണിശമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ബസ്സിലിരുന്ന് ഞാനും സാറും കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. സാറ് പറഞ്ഞ അക്ഷരം പ്രതി സത്യമാണ്. ഞാനും അത് ഒത്തിരി തവണ അനലൈസ് ചെയ്തു. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു കൺസെപ്റ്റിൽ നമ്മളൊക്കെ ഇച്ചിരി ധനമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇച്ചിരെങ്കിലും നമ്മുടെ ഹിന്ദു സമുദായത്തെ ഒന്ന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ചിന്മയ മിഷനിൽ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർക്കും, അല്ലെ അമൃത വിദ്യാലയത്തിൽ കൊണ്ട് ചേർക്കും, അല്ലെ ഈശ്വരീയമായിട്ടുള്ള ഭാരതീയ പൈതൃകം ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കൊണ്ട് തീർത്തതോടുകൂടി നമ്മുടെ ജോലി തീർന്നു ഇല്ലേ. ആ ഒരു ഇപ്പം അമൃതാനന്ദമയുടെ സ്കൂള് അല്ലെ ചിന്മയാനന്ദ സ്വാമിയുടെ സ്കൂള് ഇവരുടെ ഒക്കെ ഒരു തപശക്തി കൊണ്ട് അതിനൊരു ചൈതന്യമുണ്ട്. പക്ഷെങ്കിൽ സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ്. നമ്മൾ ഈ ഒരു കാര്യം കൊണ്ട് നമ്മുടെ പ്രവൃത്തി തീർക്കുക, നേരെ മറിച്ച് അതുകൊണ്ട് തീരുമോ? ഇല്ല. നമ്മൾ എന്താണോ ഇതേ ആകത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പം ഞാൻ ഇതേപോലെ ഈശ്വരീയമായിട്ട് ഉള്ള വാക്കുകളും പ്രവൃത്തിയും ചെയ്യുമ്പോഴാണ് എൻ്റെ കുഞ്ഞുങ്ങളും യഥാ രാജ തഥാ പ്രജ. രാജാവ് എങ്ങനെയാണോ അതുപോലെ പ്രജകളുമാകത്തുള്ളൂ. അല്ലാതെ രാവണന് പറയാൻ പറ്റുമോ എൻ്റെ മോൻ ശ്രീരാമനാകണമെന്ന്? ഒരിക്കലും പറ്റത്തില്ല. സ്വാഭാവികം. രാവണൻ്റെ മകൻ ആരായിട്ട് വരും? രാവണനായിട്ടേ വരത്തുള്ളൂ. അല്ലെങ്കിൽ ദുർലഭമായിട്ട് കിട്ടുന്ന മനുഷ്യജന്മത്തിൽ പ്രഹ്ലാദനെ പോലെയുള്ള ഒരു കുട്ടി ജനിച്ചെങ്കിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമുക്ക് സംസ്കാരം നന്നാകണം. അപ്പം നമ്മൾ ഇതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, പറയാൻ ഈ സന്ദർഭോചിതമായിട്ട് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ സംസ്കാരങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം. ഈ അധ്യാത്മരാമായണത്തിൽ പറയുന്നൊരു പ്രശസ്തമായ ശ്ലോകമുണ്ട്, ജനനീ ജന്മഭൂമിച്ച സ്വർഗാതിഥി ഗരീയസ്യ. നിനക്ക് ജന്മം നൽകിയ നിൻ്റെ അമ്മയും നിന്നെ പിറന്ന ഈ സംസ്കാരവുമാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ വല്ലതിൻ്റെയൊക്കെ പുറകെ നമ്മൾ പോയി നമ്മൾ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലില്ലേ, ഏച്ച് വെച്ചാൽ മുഴച്ചിരിക്കും. നമ്മൾ അമേരിക്ക പോയി എൻ്റെ മക്കളെല്ലാം സ്വിറ്റ്സർലൻഡിലും അമേരിക്കയിലും ആണെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ എന്തുവാ, ഞാൻ നോർത്തിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ ചെല്ലുമ്പോൾ പറയും, ഓ മദ്രാസി പരദേശി. നമുക്ക് വിലയില്ല. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരാൾ വന്ന് താമസം തുടങ്ങി അവൻ കരക്കാരെ ഭരിച്ചാൽ എന്ത് പറയും? അവൻ ഇന്നലെ വന്ന എന്തോ പരദേശി, അങ്ങനെ നമ്മൾ പറയുമല്ലോ. അവൻ വരത്തനാന്ന് പറയും, വരത്തൻ. വിലയില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മൾ മലർന്ന് കിടന്ന് തുപ്പരുത്. നമ്മുടെ സംസ്കാരം ഏറ്റവും ശ്രേയസ്കരമാണെന്ന് ആര് മനസ്സിലാക്കണം? നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 10 തിരുനാമങ്ങൾ ജപിക്കാം. അപ്പം നാമങ്ങൾ എന്താ? സാറ് പറഞ്ഞതിൻ്റെ ആദ്യത്തെ ഒരു പോയിന്റ് തന്നെ എന്താണ്? നാമബീജം നല്ലപോലെ ഉഴുത് മറിച്ച ഒരു സ്ഥലത്ത് വേണം വിത്ത് പാകാൻ അല്ലേ. നമ്മളൊരു ക്ഷേത്രം, അതാ ക്ഷേത്രത്തിന് ഉഴവുചാലെന്നും ഒരർത്ഥമുണ്ട്. ക്ഷയാത്രായതേ ഇതി ക്ഷേത്രം എന്ന നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ ശരീരത്തിന്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിന് 9 തരം ദ്വാരങ്ങളുണ്ട്. ഈ ദ്വാരങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള കേടുപാടുകളെ പരിഹരിച്ച് അതിനെ ഉദ്ദീപിപ്പിക്കുന്നതാണ് എന്താണ്? ക്ഷേത്രം എന്ന് പറയാറുണ്ട്. ആചാര്യന്മാർ അനുസ്മരിക്കാറുണ്ട്. എന്താണ്? ചൈതന്യം കുറഞ്ഞ ക്ഷേത്രമായ ശരീരം ചൈതന്യം കൂടിയ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് ദർശനം അല്ലേ. നമ്മൾ ഇപ്പം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും മൊബൈൽ ഫോണുകളുണ്ട് അല്ലേ. ഈ ഫോണിൻ്റെ 24 മണിക്കൂറൊക്കെ ചില ഇപ്പോഴത്തെ ഇതില്ലാത്ത ഫോണൊക്കെയാണ് കുറേ നേരം ചാർജ് കൂടുതൽ നിൽക്കും. പക്ഷേ നേരെ മറിച്ച് പഴയ ഫോണാണ് ഇച്ചിരി കൂടുതൽ ചാർജ് നിൽക്കും. ഇത് കഴിഞ്ഞാലും ഇതിൻ്റെ ചാർജ് തീരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റീചാർജ് ചെയ്യും. ഇപ്പോൾ റീചാർജ് ഇവിടെ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഗുരുസന്നിധിയിലും ക്ഷേത്രങ്ങളിലും പോയി വേണം നമ്മുടെ ഈ കുറഞ്ഞ പ്രാണനെ കൂടുതൽ പ്രാണൻ അങ്ങോട്ട് സന്നിവേശിപ്പിക്കണം. അതിനാ ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ക്ഷേത്രത്തിലോട്ട് പോയാൽ മതി. എന്താ? ആടുപാമ്പേ പുനം തേടുപാമ്പേ പുരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ. താഴെ ഇരിക്കുന്ന നിങ്ങളൊക്കെ കണ്ടില്ലേ, ചില ആശുപത്രികളിലൊക്കെ പോയാൽ 6 ആധാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു 6 വട്ടം അല്ലേ. അപ്പോൾ ഈ നമ്മളൊക്കെ പറയാറുണ്ട്, എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടി 6ഉം കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു. അപ്പോൾ എന്താണ് ഈ 6 പടിയെന്നെങ്കിലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയുമെങ്കിലും നിങ്ങൾക്ക് പ്രായമൊക്കെ അതിക്രമിച്ചു, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം അതിക്രമിച്ചു. നിങ്ങൾ ചിന്തിക്കണം, എന്താണ് ഈ 6 പടി? ഈ 6 ആധാരങ്ങളെയും കടന്നാലേ നമുക്ക് ആ ഭഗവാന്റെ ദർശനം. എന്താ ദർശനം? ദൃശ്യതേ നേന ഇതി ദർശനം.
ഉൾക്കാഴ്ചയുള്ള കാഴ്ചയാണ് ദർശനം. പണ്ട് ശബരിമലയിൽ ഇരിക്കുന്ന കല്ലിനോട് താഴെ ഇരിക്കുന്ന ചവിട്ടുപടിയാകുന്ന കല്ല് ഒരു ചോദ്യം ചോദിച്ചു എന്നാണ് പറയുന്നത്. ഈ കല്ലെന്ന് തന്നെ പറഞ്ഞ് ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ. അപ്പോൾ ഈ കല്ലെന്താ ചോദിച്ചത്? സോപാനപ്പടിയാകുന്ന കല്ല് അയ്യപ്പനാകുന്ന പടിയോട് ചോദിച്ചു, ഈ കോടാനുകോടി ആളുകൾ ഞാനാകുന്ന കല്ലിനെ ചവിട്ടി നീയാകുന്ന കല്ലിനെ പൂജ ചെയ്യുന്നു. അപ്പം ശബരിമലയിലിരിക്കുന്ന അയ്യപ്പനാകുന്ന കല്ല് ഒരു മറുപടി പറഞ്ഞു. എന്താണ്? ഇതൊരു കഥയാണ്. കഥയായിട്ട് ഉൾക്കൊള്ളണം. എന്താണ്? ശില്പി നമ്മളെ പണിയാനെടുത്തപ്പം എൻ്റെ ശരീരഭാഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് മുറിച്ചു മാറ്റി. അപ്പം മുറിച്ചു മാറ്റുമ്പോൾ വേദന സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. അങ്ങനെ മുറിച്ചു മാറ്റിയപ്പോൾ ഞാൻ ക്ഷമയോടിരുന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ നല്ലൊരു വിഗ്രഹമായി. എന്താണ്? വിശേഷേണ ഗ്രാഹ്യമായിരിക്കുന്ന ഒരു വിഗ്രഹമായി. നേരെ മറിച്ച് നീ വഴങ്ങിക്കൊടുത്തില്ല, അതുകൊണ്ട് നിന്നെ ചവിട്ടുപടിയാണ്. നമ്മളെ അപ്പോൾ അതാണ് നമ്മൾ പറയാറുണ്ട്. എന്താണ്? ഈ എത്രയോ കഷ്ടപ്പെട്ട യോഗി വര്യന്മാർ എത്രയോ കാലത്തെ കഷ്ടതകൾ സഹിച്ചിട്ടാണ് ത്യാഗാനൗകെ അമൃതത്വമാനശു, ഈ അമൃതത്വത്തിലോട്ട് എത്തുന്ന ഒരു സുപ്രഭാതി സ്വാമി. ഇദ്ദേഹം മുമ്പേ സാറ് പറഞ്ഞ പോലെ ചുമ്മാ നമുക്ക് സബിൻ്റെ ആഘോഷിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ എന്ത് ആഘോഷിക്കുന്നതിന് മുമ്പും ഇതിന് വേണ്ടുന്ന കടമ. ഇപ്പം സ്വാമി അവിടെ നമുക്ക് വേണ്ടി ആഹാരം പാകം ചെയ്യാൻ എടുക്കുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ മുമ്പേ ഞാൻ മുമ്പേ ഒരു അച്ഛൻ ഇഞ്ചിയുമായിട്ട് വരുന്നത്. ഇതൊക്കെ ഇതിനകത്ത് ചേരുവകൾ ചേർക്കണ്ടേ? ഇതില്ലെങ്കിൽ അതിൻ്റേതായുള്ള സ്വാധീന കുറവ് വരും. എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇതിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാധ്യതയുണ്ട് നമുക്കല്ലേ. അതിനുവേണ്ടി നമ്മൾ നേരത്തെ തയ്യാറെടുക്കണം. എന്ന് പറയുന്ന പോലെ നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ സ്വയം തയ്യാറെടുക്കണം. അങ്ങനെ എളുപ്പം തയ്യാറെടുക്കാൻ പറ്റത്തില്ല. മുമ്പേ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സഞ്ചിത പ്രാരബ്ധ ആർജിത കർമ്മങ്ങൾ നമ്മളെ അങ്ങോട്ട് നടത്തിക്കത്തില്ല. കാരണം ഭഗവാന്റെ നമ്മുടെ ഇടയിൽ ഞാനെന്ന ഭാവം, ഈഗോ, പിന്നെ നമ്മൾ ചെയ്ത പുണ്യപാപങ്ങളുടെ വാസനകൾ, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിനോട് മുഖം തിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനോടൊന്നും മുഖം തിരിക്കാതിരിക്കാൻ എന്ത് വേണം? ഒരു നിങ്ങളുടെ ഒറ്റ ക്ലാസ് കൊണ്ട് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം കിട്ടുമെന്ന് ആര് സങ്കല്പിക്കണം? നിങ്ങൾ തന്നെ സ്വയം സങ്കല്പിക്കണം. ബാക്കി നിങ്ങൾക്ക് മുമ്പേ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു കൊച്ചുമോടെ ബർത്ത്ഡേ അല്ലെ ബാംഗ്ലൂരിൽ നിന്നൊരു കൊച്ചുമോടെ ഫോൺ 8 മണിക്ക് വരും എന്നുള്ളൊരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ആ സ്ഥലത്തോട്ട് ഈശ്വരൻ്റെ അടുത്തോട്ട് പോകാൻ നിങ്ങൾ വിമുഖരായെങ്കിൽ നിങ്ങൾ ഒന്നോർത്തോ, ഗജേന്ദ്രനെ പോലെ ആകരുത്. കാരണം എന്താ? ഗജേന്ദ്രൻ ഒത്തിരി നാൾ വിചാരിച്ചു, ഇവരൊക്കെ കൂടെ ബാക്കി ആനകളെല്ലാം കൂടി ഗജേന്ദ്രനെ പൊക്കാനായിട്ട് കുറേ നാളുകൾ നോക്കി. നമ്മളും അങ്ങനല്ലേ, IC യൂണിറ്റിൽ കൊണ്ട് അല്ലെങ്കിൽ വെന്റിലേറ്ററെ കൊണ്ടിട്ട് കുറേ നാളൊക്കെ ആദ്യമൊക്കെ രാഷ്ട്രീയക്കാർ വരും, മന്ത്രിമാർ വരും, വലിയ ആൾക്കാർ വരും. പിന്നെ 5, 6, 7, 8 മാസം 8 വർഷം കിടക്കുമ്പോൾ ആര് വരും? ആരും വരാതാകുമ്പോഴും ഈ യന്ത്രത്തെ നമ്മുടെ ഈ പ്രാണൻ, മുമ്പേ സാറ് പറഞ്ഞ കേട്ടില്ലേ, 1 വർഷത്തോളം ആ പ്രൊഫസർ അല്ലേ, 1 വർഷത്തോളം ഒന്നും അറിയാതെ കിടന്നു. അപ്പോൾ ഈശ്വരൻ തരുന്ന ഈ പ്രാണൻ നമുക്ക് ഇന്ദ്രിയങ്ങൾ നിലനിൽക്കെ തന്നെ ഈശ്വരനെ അറിയാനുള്ളതാണ്. കണ്ണ് പോയിട്ട് എനിക്ക് ഭാഗവതം വായിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യം വല്ലതുമുണ്ടോ? അപ്പം കണ്ണ് കാണുന്ന സമയത്തെ അപ്പം നമ്മൾ ഈ ഭാഗവതാദി പുരാണങ്ങൾ അല്ലെങ്കിൽ ഈ ഹരിനാമ കീർത്തനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ ചൊല്ലാൻ ശീലിച്ചില്ലെങ്കിൽ പിന്നെ വയ്യാതെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് പോകും? നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയാണോ വേദനയുള്ള ആ ഭാഗത്തോട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴെങ്കിലും നിങ്ങൾക്കിത് വരാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പം നിങ്ങളുടെ ഒരു സുഹൃതത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഈ പ്രായത്തിൽ നിങ്ങൾക്കിത് കേൾക്കാൻ തോന്നുന്നതും. ഞാൻ വന്നപ്പോഴേ പറഞ്ഞു, സാറേ മറ്റേ നമ്മൾ വരുന്നതിന് മുമ്പേ അമ്മമാരൊക്കെ വരത്തില്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, എല്ലാവരും പോയിട്ട് വരണ്ടേ, നമ്മൾ ഇത്ര ദൂരത്തുനിന്ന് വന്നിട്ട് പറഞ്ഞ കാര്യമില്ല. അപ്പം നിങ്ങളൊക്കെ ആ സ്ഥലത്തുനിന്ന് വരണ്ടേ, അത് ആ ഒരു താമസമായിരിക്കും. അപ്പം നമ്മളും നിങ്ങളെയൊക്കെ ആ മുഖങ്ങൾ ഓർത്തുകൊണ്ടാണ് വരുന്നത്, ഇത്രയും ദൂരത്തുനിന്നും വേറെ പല കാര്യങ്ങൾ ഇട്ടിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ തിരുനാമങ്ങൾ ഒരു 10 മിനിറ്റ് ആയാലും നമുക്കൊന്ന് ജപിക്കാം. നമുക്ക് ഹരിനാമ കീർത്തനം എല്ലാവരുടെ. പിന്നെ ഇവിടെ ഒരമ്മ പറഞ്ഞായിരുന്നു, സ്വാമിജി കേൾക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ഈ തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ആകുമ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 20 മിനിറ്റ് വലിയവർക്ക്, അപ്പോൾ നിങ്ങൾക്കൊക്കെ വിഷ്ണു സഹസ്രനാമം എല്ലാവർക്കും കാണാതെ അറിയാമെങ്കിലും നമ്മളത് ചൊല്ലുമ്പം ആ അന്തരീക്ഷത്തിനൊരു ഭയങ്കര ചൈതന്യമുണ്ടാകും. അല്ലെ, എല്ലാവരും കൂടി അറിയാവുന്ന ഇതേ വിഷ്ണു സഹസ്രനാമം എന്താവും? വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതവൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന.
ഒരേപോലെ ചൊല്ലുമ്പം അവിടെ ഒരു ഭയങ്കര തരംഗമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ 2 കൂട്ടുകാരന്മാർ, ഒന്നൊരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയുമായിട്ട് വള്ളിക്കാവിൽ അമ്മയുടെ ആശ്രമത്തിൽ ചെല്ലുമ്പം അമ്മ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അല്ലെങ്കിലും അവിടെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് ലളിതാ സഹസ്രനാമം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അന്തരീക്ഷത്തിന് ഒരു ഭയങ്കര ചൈതന്യം, എന്തെന്നില്ലാത്ത ചൈതന്യം. അതെങ്ങനെയാണ് ചൊല്ലുന്നത്? ഓം ശ്രീമാത്രേ നമഃ. അപ്പം ഇത് പറഞ്ഞ് നമ വരെ കഴിയുമ്പോഴത്തേക്ക് 2-3 പേരെടുത്തിരിപ്പുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഓം ശിവശക്തിരൂപിണ്യേ നമഃ. അപ്പോൾ അടുത്ത ആൾ ഈ ചൊല്ലുന്ന ആൾ തന്നെ വീണ്ടും ചൊല്ലും ഓം ശ്രീമത് സിംഹാസനേശ്വര്യേ നമഃ. അപ്പം മറ്റുള്ളവർ ആ ഗ്രൂപ്പായിട്ടിരിക്കുന്നവർ ഓം ശിവശക്തിരൂപിണ്യേ നമഃ. അപ്പം ശിവനും ശക്തി ഐക്യം, അത് ഒരു ഐക്യമാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഇത് ഒരേപോലെ പറയുമ്പം അതാ പറയുന്ന മനനാത്രായതേ ഇതി മന്ത്ര. അപ്പോൾ ആ അന്തരീക്ഷത്തിന് ഭയങ്കരമായിട്ടൊരു വൈബ്രേഷൻ ഉണ്ടാകും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഈ തുടങ്ങുന്നതിന് മുമ്പ് പ്രായമുള്ളവരുടെ ഇത് മീറ്റിംഗ് കുഞ്ഞുങ്ങളുടെ കഴിയുമ്പം ഒരാവർത്തി, ഞങ്ങളില്ലെങ്കിലും നിങ്ങളെല്ലാവരും കൂടി ഒരാവർത്തി ഉറക്കെ ജപിക്കുമ്പം നമ്മുടെ ഇവിടുത്തെ സഞ്ചിത പ്രാരബ്ധ ആർജിതമായിട്ടുള്ള എല്ലാ വാസനകളും നമ്മുടെ ക്ഷയിച്ചു പോകും. ആശ്രമത്തിൽ അതൊന്നുമില്ല, പക്ഷേ നമ്മുടെ വാസനകൾ ക്ഷയിച്ചു പോകും. അതൊരു നല്ല സിസ്റ്റം തിരുവല്ലായിലൊക്കെ ഉണ്ട്. അത് സ്വാമി അത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പം അത് നിങ്ങൾ തന്നെ പറയണം. അപ്പം ഞങ്ങൾ വരാൻ താമസിച്ചാൽ നിങ്ങൾ അമ്മമാർ കൂടി അവിടെ ഈ ഒരു വിവേചനം ഉണ്ടാകാൻ പാടില്ല. ഒരാൾ മുമ്പിട്ട് നിന്ന് ചൊല്ലിക്കൊടുക്കുക, എല്ലാവരും ഏറ്റു ചൊല്ലുക. ഒരാൾ തുടങ്ങിക്കൊടുക്കുക, എല്ലാവരും അതേപോലെ തന്നെ ചൊല്ലുമ്പം, അല്ലാതെ ഒരാൾ മുമ്പിൽ ഞാൻ പുറകെ, അങ്ങനെ ചൊല്ലുമ്പോൾ ഒരു ഐക്യം അവിടെ ഉണ്ടാകും. അപ്പം നമുക്ക് ആ ചൊല്ലിയ ഭാഗം വരെ ഹരിനാമകീർത്തൻ ഒന്ന് ജപിക്കാം. അറിയാമായിരിക്കുമല്ലോ, എല്ലാ സത്തും അതിനകത്തുണ്ട്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. ഓംകാരമായ പൊരുൾ 3 പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ 2 കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബധമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിക നാരായണായ നമ. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക. തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമിന്ദു ഹരിനാരായണായ നമ. ഹരിനാമകീർത്തനമിതുരജൈവതിന്നു ഗുരു അരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവും ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചുമുദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വൽഭക്തി വർദ്ധനമുദിക്കേണമെന്മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ.
നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനന്ദാദിഹീനനിധി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമ. പച്ചക്കിളിപ്പവിഴപാൽ വർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷഡാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോ ഭേദരൂപഹരി നാരായണായ നമ. തത്വത്തിനുള്ളിലുദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാംബേ ഭജിപ്പവന മുക്തിക്കു തക്കൊരുപദേശം തരും ജനനം അറ്റിയിടുമന്നവനു നാരായണായ നമ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിത ഗിരം കേട്ടു ധർമ്മപതി എമ്പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവംഭോരുഹാക്ഷ ഹരിനാരായണായ നമ. നക്ഷത്രപംക്തികളുമിന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്നടിമ നാരായണായ നമ. മൽപ്രാണനും വരനുമൊന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലതു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ. അൻവേണമെൻ മനസി ശ്രീനീലകണ്ഠഗുരു അംഭോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനുമിഹ. അമ്പത്തൊരക്ഷരവും ഓരോന്നിതെന്മൊഴിയിൽ അൻപോടു ചേർക്ക ഹരിനാരായണായ നമ. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയുമിതാദ്യക്ഷരത്തിൽ ഇതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാലിവയിലോരോന്നെടുത്തുവരി കീർത്തിപ്പതിന്നരുൾക നാരായണായ നമ. ഇക്കണ്ട വിശ്വമതുമിന്ദ്രാദിദേവകളും അർക്കേന്ദുവഗ്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കായ് വരേണമിക നാരായണായ നമ. ഈ വന്ന മോഹമകലെപ്പോവതിന്നു പുനർ ഈ വണ്ണമുള്ളൊരുപദേശങ്ങളിൽ ഉലകിൽ ജീവന്നു കൃഷ്ണഹരി ഗോവിന്ദരാമതിരു നാമങ്ങളൊന്നൊഴിക നാരായണായ നമ. ഉള്ളിൽ കനത്ത മതമാസര്യമെന്നിവകൾ ഉള്ളൊരു കാലം ഉടനെന്നാകിലും മനസി ചൊല്ലുന്നിതാരു തിരുനാമങ്ങളന്നവനു നല്ലു ഗതിക്കു വഴി നാരായണായ നമ. അപ്പോൾ ഇത്രയും ഈരുകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് വരെ നമ്മളൊന്ന് അനുസ്മരിച്ചു. അപ്പം ഈ വന്ന മോഹം, അപ്പോൾ എന്താണ്, അജ്ഞാന നിവൃത്തിക്ക് ഭഗവൻ നാമങ്ങൾ ഉച്ചരിക്കണമെന്ന്. നമ്മുടെ ഈ അജ്ഞാനം, ഈ രണ്ടെന്ന ഭാവം മാറാൻ എന്ത് വേണം? നമ്മൾ 24 മണിക്കൂർ ഒരു ദിവസം ഉള്ളതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ്, അതൊക്കെ ഇനി നമ്മൾ അടുത്ത ശ്ലോകത്തിൽ വരും, എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇദ്ദേഹം ഇപ്പം സാറ് ഒരു പത്രപ്രവർത്തകനായിരുന്നു, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, രാവിലെ കാണിച്ച അതേ പത്രവാർത്ത അല്ലെങ്കിൽ ആ വാർത്ത കുറേ ഒരു 3 ദിവസമൊക്കെ ഇങ്ങനെ നിൽക്കും. ഇതേപോലെ തന്നെയാണ് ടി വിയിൽ രാവിലെ കാണിച്ച അതേ വാർത്ത അത് അവരവരുടെ ചാനലിൻ്റെ പേര് പറഞ്ഞ് ഒരേ കാര്യം തന്നെ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും അല്ലേ.
അപ്പം നമ്മുടെ മനസ്സിൽ ഹിംസയുണ്ടോ ഇല്ല എന്നറിയാൻ ഉള്ള ഒരു കാര്യം ഇതാ. നമ്മുടെ മനസ്സിൽ മറ്റൊരാളെ ദ്രോഹിക്കുന്ന, നമ്മൾ പറയും എനിക്ക് ആരെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ല, ആരുടെയും ദോഷം കാണുന്ന ഇഷ്ടമില്ല. പക്ഷേ ആരുടെയും ഇഷ്ടം കാണാൻ ഇഷ്ടമില്ലാത്ത നമ്മുടെ കേരളീയ ജനത എങ്ങനെയാണ് ഈ ഭാഗവതവും ഈ പുരാണങ്ങളും വായിക്കുന്ന ജനത എന്തുകൊണ്ട് ഇത്രയും സീരിയലിന് അഡിക്ഷനായെന്ന് എനിക്ക് മനസ്സിലാകും. ഈ സീരിയലിനകത്തെല്ലാം പറഞ്ഞ കഥകളൊന്നും ഈ ഭാര്യ ഭർത്താവിൻ്റെ, അല്ല ഭർത്താവ് വേറെ ഭാര്യയുടെ കൊടുത്തി പോലെ, ഒരു പെണ്ണ് വേറെ പെണ്ണിൻ്റെ കൊടുത്തി, ഇത് തന്നെയുള്ളൂ. ഇത് തന്നെ തിരിച്ചും മറിച്ചും തിരിച്ചും ഉള്ളടക്കമെല്ലാം ഇത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഈ സീരിയലുകളൊക്കെ എങ്ങനെ ഈ ചാനലുകാർ ഈ 10,000, 1000, 15,000 എപ്പിസോഡാക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ ഇഷ്ടമുണ്ടെന്ന് തന്നെ. ഇപ്പം നമ്മളൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഒരു മൃഗത്തെ കണ്ടാൽ, അല്ലെങ്കിൽ അതിനെ വണ്ടി ഇടിക്കുന്ന കണ്ടാൽ നമ്മുടെ മനസ്സിൽ അത് വീണ്ടും വീണ്ടും കാണണം എന്നൊരു ത്വരയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഒരു വഴക്ക് നടക്കുമ്പം ആ വഴക്ക് വീണ്ടും വീണ്ടും ആരടിച്ചു, അവനടിച്ചോ ഇവനടിച്ചോ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ടെൻഡൻസി നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മുടെ മനസ്സും ഹിംസാത്മകമാണ്. അഹിംസ നമ്മൾ ഒരിക്കലും പ്രാവർത്തികമാക്കുന്നതേയില്ല. അപ്പം നമ്മൾ അഹിംസ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഇപ്പം ഒരാളെ ദുഷിക്കുന്നത് പോലും നമ്മൾ അവർക്ക് ചെവി കൊടുക്കാൻ പാടില്ല. നമ്മളൊരാളെ ദുഷിക്കുമ്പം അറിയാതെ പോലും ആ ആളിൻ്റെ പാപത്തിൻ്റെ ഒരംശം ആരനുഭവിക്കേണ്ടി വരും? ഈ കേൾക്കുന്ന നമ്മളൂടെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കഴിവതും ആരെയും ദുഷിക്കാതിരിക്കുക. നമ്മൾ ഒരു വിരൽ ചൂണ്ടി ആ സാറ് മോശമാണെന്ന് ഞാനിങ്ങനെ ചൂണ്ടി പറയുമ്പോൾ 3 വിരൽ ആരെയാണ് ചൂണ്ടുന്നത്? നീ ഈ അമ്മ മോശമാ എന്ന് പറയുമ്പോൾ 3 വിരൽ ആരെയാണ് ചൂണ്ടുന്നത്? എന്നെ തന്നെ ചൂണ്ടുകയല്ലേ. അപ്പം 3 അല്ലെ തിന്മകൾ എന്നിലുണ്ടായിട്ടല്ലേ ഒറ്റ ഒരു ഗുണം കൊണ്ട് അവരെ മോശമാണ് ഞാൻ ചിത്രീകരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് വേണം? നമ്മളെ തന്നെ ഉദ്ധരിക്കാൻ നോക്കണം. അപ്പോൾ ഈ പുരാണങ്ങളൊക്കെ വായിക്കുമ്പം ഈ ഞാനെന്ന ഭാവം പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കിട്ടിയത്, നിങ്ങളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ തന്നെ പോയി ആ ക്ഷേത്രത്തിൽ നിങ്ങൾ 10 അർച്ചനയ്ക്ക് രസീത് ചീട്ടാക്കി തിരുമേനി ഇങ്ങോട്ട് തരുമ്പോൾ ഒറ്റ ഇലയല്ല രസീത് തരുന്നെങ്കിൽ, ഞാൻ പല അമ്മമാരെയും ഭാഗവതമൊക്കെ വായിക്കുന്ന അമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞെ ഞാൻ 10 അർച്ചനയല്ലേ അങ്ങോട്ട് തന്നത്, അപ്പം 10 പ്രസാദം തരണം. നിങ്ങളെന്തിനാ ശാഠ്യം പിടിക്കുന്നത്? എങ്ങനെയാലും നിങ്ങൾ അവിടെ വഴി പോലെ പാടുപെട്ട് ദേവതയ്ക്ക് സമർപ്പിച്ചതല്ലേ വഴിപാട്. അല്ലാതെ നിങ്ങൾ എന്തേലും നിങ്ങളായിട്ട് കൊടുത്തു? ഇതെല്ലാം മുമ്പേ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ തന്നെ ആർക്ക് കൊടുത്തു? ശ്രീരാമകൃഷ്ണദേവൻ്റെ കുഞ്ഞുനാൾ, ഈ കുഞ്ഞിൻ്റെയൊക്കെ പ്രായത്തിൽ പണ്ടൊക്കെ ബാലരമ അമർ ചിത്രകഥകളുണ്ടായിരുന്നു. എനിക്കങ്ങനെ പറയാനേ അറിയത്തുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ വായിച്ച പ്രത്യേകിച്ചും ശ്രീരാമകൃഷ്ണദേവനെയൊക്കെ മനസ്സിലാക്കിയത്. അപ്പം നമ്മൾ ഈ ബാലരമ അമർ ചിത്രകഥ വരെ നോക്കിയിരിക്കും. അതിനകത്ത് സ്വാമി വിവേകാനന്ദൻ്റെ കഥകൾ, ശാരദാദേവിയുടെ കഥകൾ, ഇപ്പോൾ അത് മാതൃവചനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കൊച്ചു പുസ്തകത്തിൽ പിന്നെ നമ്മൾ ഈ ശ്രീരാമകൃഷ്ണാശ്രമത്തിലൊക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ ഇങ്ങനെ കാർട്ടൂൺ വരച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ അവതരിപ്പിക്കും. അപ്പോൾ ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒത്തിരി കഥകൾ വായിക്കുന്നതിനകത്ത് നമുക്ക് മറ്റുള്ളവരുടെ ദയ തോന്നണം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കഥകൾ വായിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പത്തിലെ നല്ല പുസ്തകങ്ങൾ വേണം ആർക്ക് പ്രിഫറൻസ് ചെയ്യാൻ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. അതിപ്പം ചിത്രകഥകളായിക്കോട്ടെ, അവർ വായിക്കുന്നതിൻ്റെ ആ ഒരു അംശം എവിടെ ഇരിക്കും? അവരുടെ ഉള്ളിൽ എന്തെങ്കിലും അത്. പല ആചാര്യന്മാരെ എനിക്കറിയാം. ഞാൻ ഒരിടത്തോട് ചെന്നപ്പം പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഒരാൾ ഇപ്പം ഇരിക്കുന്ന ഒരു ആചാര്യൻ, ഒരാൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ അമ്പലത്തിൽ വായിച്ചുകൊണ്ടിരുന്ന ആളുടെ ഭാഗവതം വലിച്ചെറിഞ്ഞ ഒരാളിപ്പോൾ ആചാര്യനായിട്ടിരിക്കുന്ന ഒരാളുണ്ട്. അപ്പം അത് വലിച്ചെറിയാൻ കാരണം അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രായമല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഈ കുഞ്ഞിന് ഇപ്പം തോന്നുന്ന കളിപ്പാട്ടത്തിനോടായിരിക്കുമോ 5 വർഷം കഴിഞ്ഞാൽ ഇഷ്ടം തോന്നുന്നത്? കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറയാം എന്തോ കിൻഡർ ജോയി, അങ്ങനൊരു സാധനമുണ്ട്. എല്ലാ പിള്ളേർക്കും കിൻഡർ ജോയി ഇഷ്ടമാണ്. പക്ഷേ ഇച്ചിരൂട് പ്രായം, ഒരു 5 വയസ്സുകൂടി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കിൻഡർ ജോയി ആവുമോ? ഒരിക്കലുമില്ല. അതിനെക്കാട്ടിലും വേറെ ഒരു കളിപ്പാട്ടത്തിനോടായിരിക്കും അതിനിഷ്ടപ്പെടുന്നത്. അപ്പം നമ്മുടെ തിങ്കിങ്സും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്കെപ്പോഴും എന്ത് വേണം? ആകെ മൊത്തം ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും രതി ആരോട് വേണം ഇരിക്കാൻ? ഭഗവത്ഗീതയെ പറയുന്ന പോലെ ചെളിക്കുണ്ടത്തിൽ ആ താമര നിൽക്കുന്നെങ്കിലും താമരയെ ചെളി ബാധിക്കുന്നതേയില്ല. നമുക്കിതെല്ലാം വേണം. പക്ഷെ നമ്മുടെ മനസ്സ് ഇതിനോടൊന്നും അറ്റാച്ച്മെൻറ്റ്, ഒട്ടൽ വരാൻ പാടില്ല. അതിനാണ് വലിയ വലിയ യജ്ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്. എന്തിനാണ് വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ, ഈ സാറും ചെയ്യുന്നൊരു പരിപാടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, എന്നാലും ഞാൻ ആദ്യം എവിടെ തുടങ്ങിയത് എവിടെ എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും അതിനകത്ത് ആ ഒരു അറിവ് നിങ്ങൾക്ക് ഉണർത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആര് ധന്യനായി?
അത്രയും വെറുതെ വാചക കസർത്ത് നടത്തിയ അദ്ദേഹത്തിനും ജീവിതം ധന്യമായി. അല്ലാതെ നിങ്ങൾ ചുമ്മാതെ എല്ലാം പറഞ്ഞു കേട്ടു പോയി പിന്നെന്തോ സ്വാമിയോട് ഞാൻ തെറ്റിദ്ധരിച്ച് പറയുമല്ല, നമ്മുടെ കഠോപനിഷത്ത് പറയുന്ന സ്വാമിയോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഏത് വല്ലിയാണ് ഇവിടെ സ്വാമി പറയുന്നതെന്ന്. അപ്പോൾ സ്വാമി പറഞ്ഞു, സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല, ഇവിടെ ഇരിക്കുന്നവർക്കും അറിയത്തില്ല. അങ്ങനെ ആകരുത്. നിങ്ങൾക്ക് വേണം, സ്വാമിക്ക് പ്രായമായി, പക്ഷെ നിങ്ങൾ വേണം ഏകാഗ്രമായിട്ടിരിക്കാൻ. ശ്രദ്ധയുള്ള വിദ്യാർത്ഥിക്ക് മാത്രമേ നമുക്ക് ആ ഒരു ജ്ഞാനം കിട്ടത്തുള്ളൂ. നമ്മളൊക്കെ നിങ്ങളുടെ പ്രായം ഇവിടെ ഒരു പ്രശ്നമല്ല, നിങ്ങളെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അപ്പം ഞാൻ നിർത്തിയ ഭാഗം നമ്മൾ പല സ്ഥലത്ത് പോകുന്നവരായിരിക്കും. അപ്പം അല്ല ഇന്ന സ്ഥലത്താണ് നിർത്തിയെന്ന് നമ്മൾ പറഞ്ഞാലും ആര് പറഞ്ഞ് മനസ്സിലാക്കി തരണം? നിങ്ങൾ മനസ്സിലാക്കി തരണം. പണ്ട് എൻ്റെ ആദ്യത്തെ ഒരു സപ്താഹത്തിന് ഞാൻ പോയ സമയത്ത് ഒരു വലിയ പാലക്കാട്ടെ ഈ പറഞ്ഞ ഈ രഥയാത്രയ്ക്കൊക്കെ വന്നൊരു അമ്മയുടെ ഒരു മുട്ടയടിച്ച ഒരു സ്വാമിനിയമ്മയുടെ കൂടുതലാണ് പോയത്. അപ്പം ഈ സ്വാമിനിയമ്മ എന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കാൻ. സ്വാമിനി അങ്ങ് സ്പീഡിൽ വായിച്ചു പോയി. പേജ് മറിച്ചപ്പം ഒരു പേജ് കൂടുതലാണ് മറിഞ്ഞത്. പക്ഷെ ഞാനാണ് വേറെ മീൻസ് വേറെ അടുത്ത ഒരു പ്രഭാഷണം പറയാൻ വേണ്ടിയിട്ട് ഏതോ ഒരു കഥ അതിങ്ങനെ മറ്റൊരു പുസ്തകം നോക്കി അതിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്വാമിനിയമ്മ വായിക്കുന്ന മാതാജിയുടെ വായിച്ച ഭാഗങ്ങൾ നോക്കാൻ പറ്റിയില്ല. പക്ഷേ സദസ്സിലിരുന്നൊരു മുത്തശ്ശി വിളിച്ചു പറഞ്ഞു, പേജ് തെറ്റാ വായിക്കുന്നത്. അപ്പം മാതാജി എന്നെ ഒന്ന് നോക്കി നല്ലപോലെ ശകാരിച്ച് എൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ വായിച്ചിരിക്കുമ്പോൾ സന്തോഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇരിക്കണം. അഥവാ പേജ് തെറ്റ് ആണെങ്കിൽ സദസ്സിലല്ല വിളിച്ച് പറയണ്ട. ആര് പറയണം? സന്തോഷ് പറയണം, മാതാജി പേജ് മറിഞ്ഞുപോയി എന്ന് പറയണം. അപ്പോൾ അതെന്താണ് ഇരിക്കേണ്ടത്? ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധയെക്കുറിച്ച് പറയാനാണ്. വള്ളിക്കാവിൽ ഞാൻ ഇതെല്ലാം സത്സംഗം വന്ന് കൂട്ടിയാൽ മതി. ഈ വള്ളിക്കാവ് നിങ്ങൾക്കൊക്കെ അറിയാം, അമൃതാനന്ദമയി എങ്ങനെയാണ് ദർശനം കൊടുക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക അമ്മയുടെ സമ്പ്രദായം. അപ്പോൾ എൻ്റെ കുഞ്ഞുനാളിൽ ഇതേപോലത്തെ ഒക്കെ പ്രായത്തിൽ ഇങ്ങനെ പോവും. ആദ്യമൊക്കെ എനിക്ക് അമ്മ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പോയി. പിന്നെ ഏറ്റവും വലിയ ഈ അമ്മ കെട്ടിപ്പിടിക്കുന്നതിനേക്കാളും വലിയൊരു ഭയങ്കര ഒരു സ്ട്രഗിളാണ് അമ്മയ്ക്ക് ഭസ്മം കൊടുക്കാൻ പുറകിൽ കൊടുക്കും. അമ്മ ഇങ്ങനെ അമ്മ ഇങ്ങോട്ടായിരിക്കുന്നത്, നിങ്ങളെ നോക്കിയിരിക്കുന്നത്. അമ്മ പലരെ കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. അതിനകത്ത് വലിയ VVIPകൾ വരും, ചിലപ്പോൾ അംബാനി വരും, ചിലപ്പം കുഷ്ഠരോഗി വരും, ചിലപ്പം പട്ടി വരും, അവരുടെ വീട്ടിലെ ഓരോ തരം വ്യത്യസ്തമായ മൃഗങ്ങളെ കൊണ്ടുവരും. ഇതിനെയൊക്കെ അമ്മ കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. ഇങ്ങനെയൊക്കെ അവിടുത്തെ ഒരു രീതി. അപ്പം അമ്മ ഇരിക്കുന്നത് അങ്ങോട്ടായിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവർ നമ്മുടെ ഒരു 50 പേരോളം നമ്മളെ തിരിച്ചും മറിച്ച് ഇംഗ്ലീഷുകാരും വിച്ച് ഈസ് യുവർ ലാംഗ്വേജ് എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ ഏത് ലാംഗ്വേജാണ്? മലയാളമാണെങ്കിൽ ഉടനെ നമ്മളെ ഇംഗ്ലീഷുകാരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മലയാളികളുടെ അടുത്തോട്ട് കുറേ അതിനിടയ്ക്ക് തമിഴന്മാരും ഒക്കെ പറഞ്ഞു തരും. കാരണം എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ശ്രദ്ധയാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ മൊബൈൽ എടുക്കാൻ പാടില്ല. നിങ്ങൾ അമ്മ പലരോടും പലത് പറയും, നിങ്ങളിതൊന്നും ശ്രദ്ധിക്കരുത്. നിങ്ങളെവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? അമ്മ ഇവിടോട്ട് ഇങ്ങനെ കൈ കാണിക്കും, അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കും, അമ്മ ഇവിടോട്ട് കൈ കാണിക്കും. ഇവിടെ അമ്മ ഇങ്ങനെ ഓരോരുത്തരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പം ചിലപ്പം ഇങ്ങനെ കൈ കാണിക്കും. ഇവിടോട്ട് അമ്മ എപ്പോഴും കൈ കാണിക്കുന്നത്. അപ്പോൾ എന്തോ കൊടുക്കണം? ഈ പണ്ടത്തെ ഒരു സൈസ് മുട്ടായി നിങ്ങൾക്കറിയാമോ? ഒരു ചുമന്ന കളറ് റോസ് കളറ് പൊതിയുന്ന മുട്ടായി. അതിൻ്റെ വയറ് വലുതും രണ്ടറ്റത്തിന് ഇങ്ങനെ ചെറിയൊരു പിന്നിക്കെട്ടി പോലെ വെച്ചിരിക്കുന്നത്. അതായിരുന്നു പണ്ടത്തെ അവിടുത്തെ മുട്ടായി. അപ്പോൾ ഇത് കാണാൻ ചെല്ലുന്നവർ കൊടുക്കുന്നത് തന്നെ ഭസ്മം അതിനകത്തോട്ട് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓം നമഃശിവായ നടിച്ചിട്ട് ഒരു കെട്ട്, അങ്ങനെ 3 കെട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ 3 കെട്ട് തരുമ്പോൾ അമ്മ തന്നെ ഇങ്ങനെ കൈ വെക്കുന്നത്. അമ്മ ഇങ്ങനെ കൈ വെക്കുമ്പോൾ നമ്മൾ മോഹൻലാൽ വരും, ശോഭന വരും, കാവ്യമാധവൻ വരും, ചിലപ്പം ഐശ്വര്യ റായി ഒക്കെ വരും. നമ്മൾ അവരെ ഒന്നും ശ്രദ്ധിക്കുക. നമ്മളെവിടെ വേണം ശ്രദ്ധിക്കാൻ? അമ്മയുടെ ഈ കയ്യിലോട്ട് മാത്രമേ ശ്രദ്ധിക്കുക. അല്ല അമ്മയുടെ ഈ രുദ്രാക്ഷം ശ്രദ്ധിക്കല്ലേ, മൂക്കൂത്തി ചിലപ്പം കാണാം, മൂക്കൂത്തി ശ്രദ്ധിക്കുന്ന ഭയങ്കര വജ്രം വെട്ടിത്തിളങ്ങും, അതൊന്നും ശ്രദ്ധിക്കല്ലേ. പിന്നെ എന്ത് വേണം? നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചറിയാൻ ഗുരുസന്നിധിയിൽ നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ പരിപൂർണമായ ശ്രദ്ധ എവിടെ വേണം? അമ്മയുടെ ഈ കയ്യിലോട്ട് വേണം. ചിലപ്പം നമുക്ക് വലിയ ഭാഗ്യം കിട്ടും, 3 കെട്ട് കൊടുക്കാനേ നമുക്ക് അവസരമുള്ളൂ. അപ്പോൾ 9 പേർക്ക് കൊടുക്കത്തക്ക രീതിയിലാണ് നമ്മളെ ക്രമീകരിക്കുന്നത്. അത്ര നേരത്തെ ഉള്ളൂ. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഭാഗ്യം കൊണ്ട് 1 മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റും. അതെന്താ? വലിയ ഡിസ്കഷൻ എവിടെ ആയിരിക്കും നടക്കുന്നത്? ഇവിടെ ആയിരിക്കും നടക്കുന്നത്. ആ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടേ അമ്മ ഈ പ്രസാദം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അമ്മ കൈ കാണിക്കും. അങ്ങനെ 3 വട്ടം നമ്മൾ ഇരുത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാം നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെ എല്ലാം ഇതേ ഭാഗവതത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ഏകാദശത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ആക്കുറസി
നമ്മുടെ ശ്രദ്ധയാണ്. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ചെന്നാൽ എന്താ, ക്ഷയാത്രായത് ഇതി ക്ഷേത്രം. എങ്ങനെ വേണം ക്ഷേത്രത്തിലെ ദർശനം നടത്താൻ? ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞ വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നത്, നിങ്ങൾ ഇനിയെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൽ ജനിച്ച് ക്ഷേത്രത്തിൽ മരിക്കരുത്. ക്ഷേത്രം ഒരു ഉപാധിയാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നതുപോലെ നമ്മൾ ഗംഗയുടെ അടുത്ത് പശുവിനെ കൊണ്ട് ഒരു കുറ്റിയിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുക. പശുവിന് ഗംഗാജലം കുടിക്കാൻ പറ്റുന്നില്ല, പശുവിൻ്റെ തൊട്ട് സമീപത്താണ് ഗംഗ. പക്ഷേ ഇതുപോലെ നമ്മൾ ഓരോരുത്തരെയും ഈ ക്ഷേത്രം ബന്ധിക്കരുത്. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഉണരണം. ക്ഷേത്രത്തിൽ ചെന്ന തത്വമസി, എന്തിനെയാണോ നീ ആഗ്രഹിച്ച് വന്നത് അത് നീ തന്നെയാണ് എന്ന് ചിന്തിച്ച് നീ എവിടോട്ട് പോകണം? അഹം ബ്രഹ്മാസ്മി, നീ തന്നെയാണ്, ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന ലെവലിലോട്ട് എത്തണമെങ്കിൽ പുരാണ പാരായണങ്ങളും ഈ കീർത്തനാദികളുമാണ് നമ്മളെ, അദ്ദേഹം പറഞ്ഞതുപോലെ ഈ നാമജപമാകുന്ന ബീജമാണ് നമ്മളെ കൈപിടിച്ച് നയിക്കുന്നത്. അപ്പം ക്ഷേത്രം എന്താണ്? ക്ഷേത്രം നമ്മളെ ഭക്തി ഈശ്വരൻ്റെ അടുത്തോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഉപാധിയാണ്, അല്ലെ ഒരു ചൂണ്ടുപലകയാണ് ക്ഷേത്രങ്ങളെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പള്ളിക്കാവ് ചെല്ലുമ്പോൾ അമ്മ എപ്പോഴും പറയും, മക്കളെ ക്ഷേത്രത്തിൽ ജനിക്കണം, ക്ഷേത്രത്തിൽ മരിക്കരുതെന്ന്. നമ്മുടെ മുമ്പേ പറഞ്ഞ, ഇനിയിപ്പം നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ പറയും പ്രാകൃത ഭക്തിയെക്കുറിച്ച് പറയും, സംസ്ഥിതി ഭക്തിയെക്കുറിച്ച് പറയും. ശൂലം കുത്തി കയറ്റി അവിടെ ഇവിടെയും ഇപ്പം തന്നെ ഇവിടെ ഒക്കെ കയറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ തന്നെ ഈ നമ്മുടെ എന്തോ പറഞ്ഞ പുരികത്തേലൊക്കെ അതുപോലെ മൂക്ക് കുത്തിയുള്ള ആൺപിള്ളേർ ഞാൻ ഈയിടെ കണ്ടു. മൂക്ക് കുത്തി വരുന്ന ആൺപിള്ളേർ ഇപ്പം മൂക്ക് കുത്തുക ആൺപിള്ളേർ. ഇനിയിപ്പം താഴോട്ടുള്ള തട്ടൊക്കെ ഇടുമായിരിക്കും. പിന്നെ ഇവിടോട്ട് ഈ പുരികത്തിൻ്റെ അവിടെയൊക്കെ കിഴിച്ചിറക്കുക. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ എന്തെല്ലാം വികൃത രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതൊന്നും ഭഗവാൻ നമ്മൾ വിചാരിച്ചിന് ഇതൊക്കെ കണ്ട് ഭഗവാൻ അങ്ങ് സംതൃപ്തനാകുമെന്ന് ഒരിക്കലുമില്ല. നമ്മൾ ചെയ്ത കൊള്ളരുതാഴിക നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം, അല്ലേ? നമ്മൾ പണ്ട് ഒരു സ്വാമി പറഞ്ഞതാ, ഇന്നൊരു തെങ്ങിൻ തൈ നട്ടാൽ, നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ നിങ്ങളൊക്കെ തെങ്ങിൻ തൈ നടുന്നവരല്ലേ, നാളെ നിങ്ങൾക്ക് കരിക്കിടാൻ പറ്റൂ? തെങ്ങിൻ തൈ നട്ടാൽ അതിന് ദേശം കാലം അതിൻ്റെ കാലാവസ്ഥയൊക്കെ നോക്കി അത് ഇത്ര വർഷം കഴിയുമ്പോൾ 10-15 വർഷം കഴിയുമ്പം ഫലം വരും, അല്ലേ എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതാ പൂന്താനം പറയാൻ, നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടത് മുമ്പിനാൽ. നിങ്ങൾ ഭഗവാന്റെ അടുത്ത് വന്ന്, അല്ലെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അവിടെ വന്നൊരു തിരി കത്തിച്ചു, അല്ലെ നിങ്ങളുടെ ഇവിടുത്തെ ഏതെങ്കിലും അമ്പലത്തിലായിക്കോട്ടെ, ശബരിമല പോയി, അല്ലെ ഒരു കെട്ട് നിറച്ച് പോയി, മാളയപ്പുറങ്ങൾ പോയി, അവിടെ പോയി ഭഗവാനെ കണ്ടു എന്ന് കണ്ട് നിങ്ങൾക്കിതിൻ്റെ ഫലം കിട്ടും. പക്ഷേ ഈ ജന്മത്തിൽ നാളെ കിട്ടണമെന്നൊന്നും പറഞ്ഞാൽ പോസിബിൾ അല്ല. ഇന്ന് നിങ്ങൾ ചെയ്ത കർമ്മം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് കണ്ട് നിങ്ങൾ ഇന്നലെ വരെ ചെയ്ത മറ്റ് പാവങ്ങളുണ്ടല്ലോ, ഈ കുൽസിത കർമ്മങ്ങൾ, കുറ്റം പറയുക, പെണ്ണൻ്റെ അതിര് മാന്തുക, നമ്മൾ നല്ല കുറിയും ഒക്കെ തൊട്ടം വലിയ മാലയൊക്കെ ഇട്ട് അമ്പലത്തിൽ പോവും, ഇതേ കാരണം അവൻ്റെ കുറ്റം പറയുക, ശ്രീലകത്തിൽ നിന്ന് കുറ്റം പറയുക, ഇതിൻ്റെ എല്ലാം പാപം ആരനുഭവിക്കണം? നിങ്ങൾ തന്നെ അനുഭവിക്കണം. നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, അതുകൊണ്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, സൽക്കർമ്മങ്ങളെ കൊണ്ട് ദേവനായി ഭവിച്ചിടും, ദുഷ്കർമ്മങ്ങളെ കൊണ്ട് ഹീനനായി പോയിടും. നല്ല കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ദേവനാകും. ഇതെല്ലാം നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന. അപ്പം നമ്മൾ എന്ത് വേണം? നമ്മൾ ഇതിനെല്ലാം ഒരു ഫലമുണ്ടെന്ന് ചിന്തിച്ച്, നമ്മൾ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഫലമുണ്ടെന്ന് ചിന്തിച്ച്, നമ്മളൊരാൾ കുറ്റം പറഞ്ഞാൽ എനിക്ക് കേൾക്കണം, നമ്മൾ അന്നേരം അവിടുന്ന് നൈസായിട്ടങ്ങ് മാറിയേക്കണം. അവർക്ക് അവിടെ നമുക്ക് വിരോധമുണ്ടെന്ന് തോന്നുകയും ചെയ്യരുത്. നമ്മൾ എനിക്ക് ഒന്നിലൊരു ഫോൺ വരുന്നു, ഞാനങ്ങ് പോവാം, അതിന് നമ്മൾ ചെവി കൊടുത്താൽ എന്ത് പറ്റും? ആ ദുഷിച്ചവൻ്റെ പാപത്തിൻ്റെ ഒരംശം ആരിലോട്ടുകൂടി വരും? നമ്മളിൽ കൂടി വരും. അതുകൊണ്ട് നമ്മൾ അത്രയും സമയം കൊണ്ട് എന്തെല്ലാം നല്ല പുസ്തകങ്ങളുണ്ട്. ഞാൻ പലരോടും ചോദിക്കുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ എത്രയോ സഹസ്രനാമ പുസ്തകങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ മേടിക്കാൻ കിട്ടും. എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും 1600 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്, ഇല്ലേ? ഉണ്ടോ? ഇല്ല, ഉണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതുകൂടാതെ നമ്മൾ പ്രധാനമന്ത്രി മോദിജി അല്ലാതെ 2000 രൂപ മാസം 4 പ്രാവശ്യമായിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നിങ്ങൾ വെറുതെ നിങ്ങൾ എത്ര ആർക്ക് കൊടുത്താലും ഈ കൊടുക്കുമ്പോഴത്തെ സ്നേഹമേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ സ്നേഹം നിൽക്കും. നിങ്ങൾ 100 ശരി എനിക്ക് വേണ്ടി ചെയ്തു എന്നിരിക്കട്ടെ, ഒരു തെറ്റ് ചെയ്തു ഞാൻ നിങ്ങളോട്, അന്നേരം നിങ്ങൾ എന്നെ വെറുക്കും. നിങ്ങൾ 100 തെറ്റ് ചെയ്തു, ഒരു ശരി ഈശ്വരന് വേണ്ടി ചെയ്താൽ, ഒരടി വെച്ചാൽ 10 അടി ആര് വെക്കും? ഭഗവാൻ വെക്കും.
ഈ ഒരു മനോഭാവം ഈശ്വരൻ്റെ നമ്മുടെ അത് നിങ്ങൾ നല്ലപോലെ ചിന്തിക്കണം. അതുകൊണ്ട് ഈ ക്ഷണികമായ സുഖത്തിൻ്റെ പുറകെ വെറുതെ ഓടിപ്പോകാതെ 10 മിനിറ്റ് വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ കൊച്ചുമക്കളെ ഇപ്പം തള്ളക്കോഴി പ്രായമാകുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ തന്നെ കുത്തി മാറ്റുന്ന കണ്ടിട്ടില്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പ്രായമായി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളൊക്കെ ഒരു ലെവലായി കഴിഞ്ഞാൽ അവരുടെ മക്കളെ പൂന്താനം പറഞ്ഞാൽ ഉണ്ണിയുണ്ടായി കണ്ടതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും വന്നുവോ ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ഓരോ അമ്മമാർ. എൻ്റെ അമ്മ ഇപ്പം പറയും എൻ്റെ ജന്മനക്ഷത്രം കുംഭമാസത്തിലാണ്. അന്നേരം അവിടെ അമ്മയ്ക്ക് ഒരു ഉടയാട മേടിച്ചു കൊടുക്കണം. എൻ്റെ ജന്മദിനം വരണം അമ്മയ്ക്കൊരു ഉടയാട മേടിച്ചു കൊടുക്കണമെങ്കിൽ. ഇങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറയുക. ഇങ്ങനെ ചിന്തിച്ചിരിക്കും. അപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത ഒരു 10 സെൻറ്റ് സ്ഥലം എങ്ങനെയും മോനെ അതുകൂടെ മേടിച്ചാൽ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ വിസ്തൃതി കൂട്ടാം. അപ്പോൾ അന്നോട് മതിൽ കെട്ടി മറ്റേ CCTV വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ കാലം വരുന്നൊന്നും കാണത്തേയില്ല. ഏതെങ്കിലും CCTVക്കകത്ത് കാലം വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്? വരുന്ന മുമ്പ് സാറ് പറഞ്ഞ പോലെ ഒരു വർഷം കിടന്ന ചത്തുപോയെന്ന് വിധി എഴുതി ഇതിനകത്ത് പൊതിഞ്ഞിട്ടു. ഈ ഭഗവാൻ വിളിക്കുന്ന സമയത്തല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഇതാ നിങ്ങളാരും ചുമ്മാതെ പോലെ നിങ്ങളെയൊക്കെ വീട്ടിൽ CCTV കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളാരും ചിന്തിക്കരുത് CCTV ഒരിക്കലും കാലൻ വന്ന് നിങ്ങളുടെ ജീവൻ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാനേ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് മുമ്പേ പറഞ്ഞ പോലെ ആ പ്രാണപ്രയാണ ഉത്സവമാക്കാൻ വേണ്ടിയിട്ടെങ്കിലും അല്ലേ നമ്മൾ ഈ ക്ഷണികമായ ജീവിതത്തിൽ ശീര്യതേ ഇത് ശരീരം പുഴുവരിക്കും. ഇപ്പം എത്ര ബോഡി ബിൽഡറാണേലും 5 ദിവസം കിടന്ന് 6ൻ്റെ അന്ന് പുറം പൊട്ടി. അത് സ്വാഭാവികമാണ്, പ്രകൃതിയുടെ ഒരു നിയമമാണ്. കാരണം വാതപിത്ത കഫങ്ങൾ കൊണ്ടാണ് ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം മജ്ജയും മാംസവും അസ്ഥിയും ശുക്ലവും മേധസ്സും ഒക്കെ വള്ളിക്കാവ് ചെല്ലുമ്പോൾ ഒരിക്കലും അമ്മ ഒരാളോട് ചോദിക്കുന്ന കേട്ടു, എത്ര കുളിച്ചാലും മക്കളെ മനസ്സിനകത്തെ അഴുക്ക് കളയാൻ പറ്റുമോ? ശരിയല്ലേ? നിങ്ങൾ കുളിച്ചു ശുദ്ധവും വൃത്തിയുമൊക്കെ ആയി, നിങ്ങളുടെ മനസ്സിനകത്തെ ആ കുനിഷ്ടിപ്പ് കളയാൻ പറ്റും? പറ്റത്തില്ല. അതിനെ എന്തുകൊണ്ട് കളയാൻ പറ്റും? നാമജപാദികൾ കൊണ്ട് നമ്മുടെ മനസ്സിലെ വൈരാഗ്യങ്ങൾക്കൊക്കെ അടക്കമുണ്ടാക്കാൻ പറ്റും. ഇതില്ലാതെ നമുക്കൊരിക്കലും ഈശ്വരൻ്റെ സന്നിധിയിലോട്ട് നമുക്ക് പ്രവേശനം കിട്ടത്തില്ല. അപ്പോൾ എന്താണ്? ഈവന്ന മോഹം അകലെപ്പോവതിന് പുനരീവണ്ണമുള്ളൊരു ഉപദേശങ്ങളിൽ ഉലകിൽ ജീവന്നു കൃഷ്ണഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായ നമ. അപ്പം നമുക്ക് തിരുനാമങ്ങൾ ജപിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ ക്ഷണികമായിട്ടുള്ള ഈ ജീവിതത്തിൽ നമുക്കുള്ള ഒരേ ഒരു ആശ്രയം. അതുകൊണ്ട് ഈ ഗുരുസന്നിധികളൊക്കെ നിങ്ങൾ അതിനു വേണ്ടി പ്രയോജനമാകും. അതുകൊണ്ട് ഈ പൂന്താനമൊക്കെ പറഞ്ഞിട്ട് സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം, പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ അശേഷമൊഴിഞ്ഞിടും. ഈ സജ്ജനം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ BMW വണ്ടിയെ വന്ന വലിയ കുറച്ച് മാലയൊക്കെ ഇട്ട് വരുന്നവരെയല്ല സജ്ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാത്തിനെയും ഒരേപോലെ എന്താ ഭഗവത്ഗീതയെ ഭഗവാൻ പറയുന്നുണ്ട്, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗിരിഹസ്തിനി ശുനി ശൈവശ്വാപകേ ച പണ്ഡിത സമദർശന. എല്ലാവരിലും ഒരേ ദർശനം വേണം. ഇന്നവരെന്നില്ല, പണമുള്ളവരോടും എല്ലാവരിലും ആരാണ് ഇരിക്കുന്നത്? ഭഗവാന്റെ ചൈതന്യമാണ് ഇരിക്കുന്നത്. അതിനാ ഗോപിക ഗീതത്തിലൊക്കെ പറയുന്നുണ്ട്, നീ ഗോപികളുടെ മകനാണോ? അല്ല, നീ ആരാണ്? നീ അന്തരാത്മദൃക്കാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ വസിച്ച് ശോഭിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ എന്തിനാ വാസുദേവൻ എന്നൊരു പേര്. വസിച്ച് ശോഭിക്കുന്നത് കൊണ്ട് ഭഗവാൻ വാസുദേവൻ. ഈ ശരീരത്തിൽ നിന്ന് ചൈതന്യം പോകുമ്പോൾ ഇതെന്തുമായി? ശവമായി അല്ലേ? അപ്പം ഇത് ശവമാവും. അപ്പോൾ അതുകൊണ്ട് ഈ ജീവൻ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ചൈതന്യ സ്വരൂപരായിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് വേണം? നമ്മൾ ഭഗവാന്റെ ആ സ്വരൂപത്തെ അറിയാനായിട്ടുള്ളൊരു ത്വര നമ്മൾ കാണിക്കണം. ഇല്ല അല്ലേൽ നമുക്ക് ഈ ഗതി വരത്തില്ല. ഒരു ശ്ലോകം കൂടെ അങ്ങ് നമുക്ക് ഈ കൂടെ അല്ലെങ്കിൽ ചൊല്ലാം. എന്താ? ഉള്ളിൽ കനത്ത മതമാശ്ചര്യമെന്നിവകൾ ഉള്ളൊരു കാലം ഉടനെന്നാകിലും മനസ്സി ചൊല്ലുന്നിതാരു തിരുനാമങ്ങളന്നവനു നല്ലു ഗതിക്കു വഴി നാരായണായ നമ. എന്താണ് ഈ മതം മാത്സര്യം? ഇത് ഉള്ളിലുള്ളിടത്തോളം കാലം നമുക്ക് ഗതി വരുന്നതേയല്ല. ഞാനെന്നും എൻ്റേതെന്നും എൻ്റെ ഇത് ഞാൻ പണ്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ശ്രീരാമകൃഷ്ണദേവൻ ഒരിക്കൽ
ഇങ്ങനെ സത്സംഗം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ശ്രീരാമകൃഷ്ണന് നിങ്ങളെപ്പോലെ ഒരാൾ, അപ്പം ശ്രീരാമകൃഷ്ണദേവനൊക്കെ ആരാണെന്നുകൂടെ മനസ്സിലാക്കണം. ഈ ഡംഭം, ഇത് അസൂയ, ഇതൊക്കെ ത്യജിച്ച് എല്ലാത്തിനെയും സമചിത്തതയോട് കാണുന്ന സമ്യക്ക് ദൃക്കായിട്ടുള്ളവൻ, എല്ലാത്തിനെയും ന്യസിച്ച്, മുമ്പേ സാറ് പറഞ്ഞ പോലെ ഈ വേഷമിടണ്ട, പക്ഷെ നിങ്ങളുടെ ഈ സുഖലോലും പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ ഒരുപോലെ കണ്ട്, അത് വലിയ പാടാണ്. ആശ്രമങ്ങളിലൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ ഇരുന്നും ആശ്രമത്തിലിരിക്കും. പക്ഷേ നേരെ മറിച്ച് ആശ്രമത്തിൽ പോയാലും എൻ്റേതെന്ന് ഞാൻ വലിയ ആളാണെന്നുണ്ടെങ്കിൽ സന്യാസിയാകും, ആകത്തില്ല. അതുകൊണ്ട് ആ വിവേകാനന്ദ സ്വാമിയോട് ചോദിച്ചു, സ്വാമിക്ക് ജടയും മുടിയൊന്നുമില്ലെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്വാമി പറഞ്ഞു, എൻ്റെ മനസ്സിൽ മുഴുവനും ജടയും മുടിയുമാണെന്ന്. പുറമേ കാണിക്കുന്ന നമ്മളൊക്കെ ഈ പ്രാകൃത ഭക്തന്മാരാണ്. കുറേ മുടിയും വളർത്തി, താടിയും വളർത്തി, കുറേ രുദ്രാക്ഷം ഇട്ടാൽ നമ്മളെന്ത് വിളിക്കും? സ്വാമി അല്ലേ? ഒരു പൂണൂരിട്ട ഈ കുഞ്ഞിനെ ഞാൻ എന്താ വിളിക്കും? തിരുമേനി ഇല്ലേ? പൂണൂരില്ലെങ്കിലോ എടാ വച്ചനെ ഇവിടെ മാറി, ഇങ്ങനെയല്ലേ വിളിക്കത്തുള്ളൂ. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഭാവം. അപ്പം വസ്ത്രധാരണത്തിന് ഒരു പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള മഹത്തുക്കളെ കാണുമ്പം അവർക്ക് എത്രയോ കാലങ്ങൾ ജീവിച്ച് ആ ദിനചര്യയിൽ ചരിക്കുന്നവരായിരിക്കും. അപ്പം ആരാണ് ആചാര്യൻ? ആചരിച്ച് കാണിക്കുന്നവനാണ് ആചാര്യൻ അല്ലേ? അപ്പം ഇവിടെ സ്വാമി നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ക്ലാസ് എടുക്കും. അപ്പം ആ മനസ്സ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ അവരെ ബഹുമാനിക്കണം. അപ്പം നമ്മൾ എപ്പോഴും ഗുരുവിൻ്റെയും ആ ദേവതയുടെയും എവിടെ വേണം കയറി നടക്കാൻ, പുറകിലേ നടക്കുക, ഗുരുവിന് മുമ്പിൽ കയറി നടക്കരുത്. അങ്ങനെയൊക്കെയുള്ളൊരു കഥ നമ്മളിനി നാരായണ കവചവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ശ്ലോകങ്ങളിലായിട്ട് പറയാറുണ്ട്. അത് ശ്രീമദ് ഭാഗവതത്തിലെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ളൊരു മന്ത്രമാണ് നാരായണ കവചം. ഈ നാരായണ കവചം ഉപദേശിക്കാനുണ്ടായ ഒരു സന്ദർഭം കൂടെ ചെറുതായിട്ട് സൂചിപ്പിക്കാം. ഇത് മുമ്പേ സാറ് പറഞ്ഞ പോലെ ഒരു തുടരും. ബാക്കി കേൾക്കണമെങ്കിൽ അടുത്ത ക്ലാസ്സിന് വരിക. എന്താണ് ഈ ദേവേന്ദ്രൻ? ആരാന്നറിയാമല്ലോ, ഇന്ദ്രിയങ്ങളുടെ ദേവനാണ് ദേവേന്ദ്രൻ. എല്ലാ ഇന്ദ്രിയം, നമ്മുടെ എല്ലാ, അങ്ങനെ ചിന്തിച്ചു. അല്ല നമ്മൾ പുറമേ വിചാരിക്കുന്ന പോലെ ആകാശത്തിൻ്റെ മുകളിൽ ഒരു ഇന്ദ്രനും ഒന്നുമില്ല. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ദേവനായ ഇന്ദ്രനെ ഒരിക്കൽ, അപ്പം ഇവരൊക്കെ ഗുരുവിനോട് ഭയങ്കര പ്രതിബദ്ധതയുള്ളവരാണ്. ഒരിക്കൽ ദേവഗുരു ആരാ? ബൃഹസ്പതി. ഈ ബൃഹസ്പതി വരുന്ന സമയത്ത് ഇന്ദ്രൻ്റെ സഭ ഏതാ? സുധർമ്മ. നല്ല ധർമ്മമുള്ള സഭയാണ് സുധർമ്മ. ഈ സുധർമ്മയിൽ ദേവേന്ദ്രൻ്റെ ഭാര്യയുടെ പേരെന്താ? ശചീദേവി. ഈ ശചീദേവിയുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഇവർ നർമ്മസല്ലാപത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആര് കയറി വരുന്നത്? ഈ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി കയറി വരികയാണ്. അപ്പം ഗുരു വന്നാൽ എന്ത് ചെയ്യണം? സ്വാമിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥലത്തോട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുറക്കെ ജീവിക്കണം. എന്താണ്? ആ മഹത് വ്യക്തിയുടെ ചൈതന്യം നമ്മൾ അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ആ പ്രാണോർജം നമ്മളിലേക്കൂടി വരാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹാദികൾ കലകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കെ മന്ത്രങ്ങൾ ജപിക്കണം. ഈ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ വേറൊരു ചിട്ട ഞാൻ കണ്ടിട്ടുണ്ട്. സ്വാമിമാർ വന്നു പോകുമ്പം, ഇവിടെ ആപ്തലോകാനന്ദ സ്വാമി വന്ന് പോയാലും അവിടുത്തെ നിർവ്വണാനന്ദ സ്വാമി ഹരേ നാമം ജപിക്കും. ആ കാറിൻ്റെ അടുത്തൂടെ നിന്ന് സ്വാമിയോടൊക്കെ. അപ്പം ഞാനിത് നമ്മൾ എവിടെ പോയാലും നല്ലത് കാണും. തേനീച്ച എല്ലാ പുഷ്പത്തിലെയും തേനയെ കാണാറുള്ളൂ അല്ലേ? അല്ല നമ്മൾ ബാക്കി വന്ന സ്വാമിയുടെ പൂർവ്വചരിത്രങ്ങളൊന്ന് കിഴഞ്ഞു നോക്കി വെറുതെ സമയം വേസ്റ്റാക്കും. നമുക്ക് സമയം വളരെ ക്ലിപ്തമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മുടെ സത്തുക്കളുടെ ആ സംഘത്തെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ അങ്ങനെ ഈ അപ്പം ഈ ഇന്ദ്രൻ്റെ സഭയിലോട്ട് വരുമ്പം ദേവേന്ദ്രൻ ഇദ്ദേഹത്തെ കണ്ടിട്ട് മാനിച്ചില്ല. ആരെയാ? ദേവഗുരുവാണ്. കയറി വന്നപ്പം ഗുരുവിന് വേണ്ട പ്രസക്തി കൊടുത്തില്ല. ഗുരുവിനെ കണ്ട അന്നേരം തന്നെ ചാടി എഴുന്നേറ്റ് അവിടുന്ന് എവിടാണോ ഗുരുവിനെ കണ്ട് അവിടുന്ന് കാലൊക്കെ കഴുകിച്ച് ആചമിച്ച് ധൂപദീപങ്ങൾ കൊണ്ടൊക്കെ നിവേദ്യ ധൂപദീപങ്ങളൊക്കെ കൊടുത്ത് മാലയൊക്കെ ഇട്ട് ഗുരുവിനെ അവിടുന്ന് സ്വീകരിച്ച് കൊണ്ടുവന്ന് ഗുരുവിൻ്റെ സീറ്റിൽ ഇരുത്തി കഴിയുമ്പോൾ ഗുരു പറയും, ശരി എല്ലാവരും ഇരുന്നോളാം. കാണിക്കുമ്പോഴേ ആരിയ്ക്കാവൂ? ഈ ദേവേന്ദ്രൻ ഇരിക്കാവൂ. അങ്ങനെ ദേവേന്ദ്രൻ അന്നേരം ഒരു തോന്നാക്കേട് തോന്നി, ഗൗനിച്ചില്ല. അപ്പം ഗുരു എന്ത് ചെയ്തു? എൻ്റെ ശിഷ്യനെ അഹങ്കാരം, അതായത് ഐശ്വര്യം കൊണ്ടുണ്ടാകുന്ന മതം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഈ ദേവേന്ദ്രൻ, ദേവഗുരു എന്ത് ചെയ്തു? എളുപ്പന്ന് തൻ്റെ ആ മന്ത്രശക്തി കൊണ്ട് തൻ്റെ ശരീരത്തെ ശരീരമില്ലാത്ത ഒരവസ്ഥ, തിരസ്കരണി വിദ്യ ഉപയോഗിച്ച് തൻ്റെ ശരീരത്തെ അപ്രത്യക്ഷമാക്കിയിട്ട് ഗുരുവിനെ കണ്ടു. പക്ഷേ ഗുരുവിനെ നമസ്കരിച്ചും പോയൊന്നുമില്ല. അപ്പോൾ ആർക്ക് തോന്നി, എടാ എനിക്ക് 8ൻ്റെ പണി കിട്ടുമെന്ന് ആർക്ക്? നമ്മുടെ ഇപ്പോഴത്തെ രീതി ഞാൻ പറഞ്ഞത് കേട്ടോ. 8ൻ്റെ പണി, ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത പണി കിട്ടുമെന്ന് ആർക്ക് തോന്നി?
ദേവേന്ദ്രനോട് തോന്നി. എളുപ്പം നോക്കിയപ്പോഴത്തേക്ക് ഗുരു ഇല്ല. എളുപ്പം ആശ്രമത്തിൽ പോയി, ഗുരു അവിടെയും ഇല്ല. അപ്പം ദേവേന്ദ്രൻ്റെ അടുത്തുനിന്ന് ഗുരുത്വം നഷ്ടപ്പെടുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കുന്നത്? അറ്റാക്ക് വരും. എവിടുന്ന? ശത്രുക്കളുടെ അറ്റാക്ക്. അങ്ങനെ ദേവേന്ദ്രൻ അറ്റാക്കിൽ പെടേണ്ടി വന്നു. ശചിയുമൊക്കെ ആര് പിടിച്ചുകൊണ്ട് പോയി? അസുരന്മാർ പിടിച്ചുകൊണ്ട് പോയി. അപ്പം എന്തുകൊണ്ടാണ്? ഐശ്വര്യം കൂടി വന്നാൽ നമുക്കൊക്കെ മതം ആ മതം വരും. ആ മതം എൻ്റെ ശിഷ്യന് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കി അപ്രത്യക്ഷമാക്കി പിന്നെ ഇതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്താണ് ഇദ്ദേഹം വേറൊരു ഗുരുവിനെ സ്വീകരിച്ച് പ്രസിദ്ധമായ നാരായണ കവച മന്ത്രം ഇദ്ദേഹം സ്വീകരിച്ച് ഈ ശത്രുക്കളെ വധിക്കുന്നതൊക്കെ ഉള്ളത് കാര്യങ്ങൾ അടുത്ത സാറ് പറഞ്ഞ പോലെ തുടരും. അപ്പം അതുവരെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗും ഗുരുഭ്യോ നമഃ.